പിക്ചറിൽ നിങ്ങൾക്ക് കുറേ അധികം ഡോട്ട്സ് കാണാം. ഈ ഡോട്ട്സ് ജോയിൻ ചെയ്ത് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ടാക്കാൻ സാധിക്കും. 3 ഡോട്ട്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഷേപ്പിനെ എന്താണ് വിളിക്കുക? ട്രയാങ്കിൾ എന്നാണ് വിളിക്കുക. ഇത് നമുക്ക് നേരത്തെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഡോട്ട്സിൻ്റെ നമ്പർ അനുസരിച്ച് നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്സ് കിട്ടും. അപ്പം 4 ഡോട്ട്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഷേപ്പിനെയാണ് ക്വാഡ്രിലേറ്റർ എന്ന് പറയുന്നത്. ഇത് മുൻ ക്ലാസ്സുകളിൽ നമുക്ക് കണ്ടു പരിചയമുള്ളതാണ് ഇതുപോലുള്ള ഷേപ്പുകൾ. ഇതുപോലെ 5 ഡോട്ട്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഷേപ്പിനെ നമ്മൾ പെൻഡഗൺ എന്ന് പറയും. അതുപോലെ 6 ഡോട്ട്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ഷേപ്പിനെയാണ് ഹെക്സഗൺ എന്ന് പറയുന്നത്. Polygon is the given shape with 3 or more sides. അതായത് പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അതിലധികമോ സൈഡ്സ് ഉള്ള ഷേപ്പിനെ പൊതുവായിട്ട് പറയുന്നത്, അതായത് കോമൺ ആയിട്ട് പറയുന്നതാണ് പോളിഗൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് പോളിഗൺ ആണോ? അല്ല. കാരണം എന്താണ്? ഇവിടെ 2 ആംഗിൾസും അതുപോലെ 3 സൈഡ്സും ഉള്ളത്. അതുകൊണ്ട് ഇത് പോളിഗൺ അല്ല. പോളിഗണിൻ്റെ പ്രത്യേകത എന്താണ്? എത്രയാണോ സൈഡ്സ് ഉണ്ടാകുക അത്ര തന്നെ ആംഗിൾസ് ഉണ്ടാകണം. എന്നാൽ മാത്രമേ അതിനെ പോളിഗൺ എന്ന് പറയുകയുള്ളൂ. പോളിഗണിൻ്റെ ഡെഫിനിഷൻ നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റുന്നത് എന്താണ്? എ പ്ലെയിൻ ഷേപ്പ് വിത്ത് സ്ട്രെയിറ്റ് സൈഡ്സ്. അതായത് ഒരു പ്ലെയിൻ ഷേപ്പാണ് പോളിഗണിൻ്റെത്, സ്ട്രെയിറ്റ് സൈഡ്സ് ഉള്ള. ഒരു പോളിഗണിന് ഡിഫറെൻറ്റ് ടൈപ്പ് എലമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് ഒരു പോളിഗൺസിലുള്ളത്? സൈഡ്സ്, വെർട്ടിസസ്, ആംഗിൾസ്, ഡയഗണൽസ്. ഈ ആംഗിൾസ് തന്നെ ഇൻറ്റീരിയറിലുണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. ഈ ഒരു ഭാഗത്ത് കാണുന്ന ആംഗിൾസിനെയാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതായത് പുറത്ത് കാണപ്പെടുന്ന ആംഗിൾസിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയും. ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ആംഗിളിനെയാണ് നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള ലൈന് വെച്ച് കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡയഗണൽസ് എന്ന് പറയുന്നത്. പോളിഗണിനെ നമുക്ക് പല രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. പോളിഗണിൻ്റെ ഡയഗണൽസ് എന്താണ്, സൈഡ്സ് എന്താണെന്നുള്ള കാര്യം നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതിയെടുക്കുന്നത് നന്നായിരിക്കും. എന്താണെന്ന് വെച്ചാൽ സൈഡ്സ് എന്താണെന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് വെർട്ടെക്സ്, കോൺസിക്യൂട്ടീവ് വെർട്ടിസസ് എന്താണ്, ഡയഗണൽ എന്താണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനിയുള്ള ക്ലാസ്സുകളിൽ ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ അതെന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാൻ സാധിക്കും. അതിലൂടെ നിങ്ങൾക്ക് വേഗത്തിൽ മാത്സിലെ ഓരോ പാർട്ടുകളിലും മനസ്സിലാക്കാനൊക്കെ പറ്റും. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ സൈഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തെയാണ് വെർട്ടിസസ് എന്ന് പറയുന്നത്. ഇത് ഡയഗണലാണ്. അടുത്തടുത്തുള്ള വെർട്ടിസസിനാണ് കൺസിക്യൂട്ടീവ് വെർട്ടിസസ് എന്ന് പറയുന്നത്. പോളിഗണിൻ്റെ ഉള്ളിലുള്ള ആംഗിളിൻ്റെ സമ്മ് എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ഒരു ട്രയാങ്കിൾ എടുക്കാം. ആ ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ആംഗിളിൻ്റെ സമ്മ് എത്രയാണ്? 180 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എത്രയായിരിക്കും ഉണ്ടാവുക? ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമ്മളൊരു ഡയഗണൽ വരച്ചു കഴിഞ്ഞാൽ ഈ വെർട്ടെക്സിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സിലേക്ക് ഒരു ഡയഗണൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലൈന് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് കിട്ടും. അപ്പോൾ ഈ 2 ട്രയാങ്കിളിൻ്റെയും സമ്മാണ് ഒരു ക്വാഡ്രിലേറ്ററിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടോട്ടൽ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതായത് നമ്മളൊരു ക്വാഡ്രിലേറ്ററിൽ 2 ട്രയാങ്കിളാക്കാൻ വേണ്ടിയിട്ട് ഡയഗണൽ വരച്ചു. 2 വെർട്ടെക്സിൻ്റെയും ആംഗിളുകൾ 2 ഭാഗമാവുകയാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു വെർട്ടെക്സിൽ നിന്ന് ഈ ഒരു വെർട്ടെക്സിലേക്ക് നമ്മളൊരു ലൈൻ വെച്ച് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ ക്വാഡ്രിലേറ്ററിൻ്റെ ആംഗിൾസ്
രണ്ട് ട്രയാങ്കിളിൻ്റെയും ആംഗിളായിട്ട് മാറിയിട്ടുണ്ട്. അതിനാൽ നമ്മളെ കോർഡിലേറ്ററിൻ്റെ 4 ആംഗിൾസിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ 180 180 360 ഡിഗ്രിയാണ് കോർഡിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മ് വരിക. പെൻഡഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലൈൻസ് ചേർന്നതാണ്. 5 ലൈൻസ് ചേർന്നിട്ട് ഒരു പോളിഗണിനെയാണ് നമ്മൾ പെൻഡഗൺ എന്ന് പറയുക. എങ്ങനെയാണ് നമ്മളൊരു പെൻഡഗണിനെ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം എങ്ങനെയാണ് പെൻഡഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ കണ്ടെത്തുക, അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മളൊരു റെഗുലർ പെൻഡഗൺ ഡ്രോ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമുക്കൊരു കോമ്പസും പെൻസിലും സ്കെയിലും യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പെൻഡഗൺ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ പെൻസിലും പ്രൊട്രാക്ടറും സ്കെയിലും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പെൻഡഗൺ കൺസ്ട്രക്ട് ചെയ്യാം. നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ട് ആ രീതിയിൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക. ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്ന രീതി എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സൈഡ്, അതായത് ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ ആണോ 4 സെൻറ്റിമീറ്റർ ആണോ ഏത് മെഷർമെൻറ്റിലുള്ള പെൻഡഗണാണോ നിങ്ങൾക്ക് വേണ്ടത് അതേ മെഷർമെൻറ്റിലുള്ള ഒരു സർക്കിൾ വരയ്ക്കുക. സർക്കിൾ വരച്ചതിൻ്റെ ശേഷം നിങ്ങൾ സ്കെയിൽ വെച്ചതിന് ശേഷം ഇതുപോലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം കോമ്പസ് യൂസ് ചെയ്തിട്ട് ഇപ്പം 5 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഈ ഒരു ഭാഗത്തുനിന്ന് 5 എടുത്തതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ ഈ ഒരു ഭാഗത്തുനിന്ന് 5 എടുത്തതിന് ശേഷം ഒരു ആർക്ക് വരയ്ക്കുക. ഈ ഒരു ഭാഗത്ത് കോമ്പസ് കൊത്തിയതിന് ശേഷം ഇവിടെയും ആർക്ക് വരയ്ക്കുക. ഈ ആർക്കുകളൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡഗൺ കിട്ടും. ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് വേഗത്തിൽ തന്നെ പെൻഡഗൺ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണ്, ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചതിന് ശേഷം ഇവിടെ പെൻഡഗണിൻ്റെ ആംഗിൾ മെഷർ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. ആ രീതിയിൽ നിങ്ങൾ കൺസ്ട്രക്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി എങ്ങനെയാണ് ഈ പെൻഡഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ കാണുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ 2 വെർട്ടെക്സും ഒരു ലൈന് വെച്ച് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഷേപ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഷേപ്പിന് കോർഡിലേറ്റർ എന്നാണ് പറയുക, ഈ ഒരു ഷേപ്പിന് ട്രയാങ്കിൾ എന്താണ് പറയുക എന്നുള്ളത് കാര്യം നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പം പഠിച്ചിട്ടുണ്ട് കോർഡിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതുപോലെ ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണെന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2, അതായത് കോർഡിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മും ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പെൻഡഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് ലഭിക്കുന്നതായിരിക്കും. കോർഡിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മ് 360 ഡിഗ്രിയും ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയും. അപ്പോൾ ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 540 ഡിഗ്രിയാണ് നമുക്ക് ലഭിക്കുക. ഇതാണ് പെൻഡഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് വരുന്നത്. പെൻഡഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് നമുക്ക് വേറൊരു രീതിയിലും കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻഡഗണിനെ നമുക്ക് 3 ട്രയാങ്കിൾസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ 3 ട്രയാങ്കിൾസിൻ്റെയും ആംഗിളിൻ്റെ സമ്മ് നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പെൻഡഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. അടുത്തതായിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഒക്ടഗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ട്രയാങ്കിൾസ് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളൊരു ഒക്ടഗണിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾസിൻ്റെ എത്ര ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടുക? 6 ട്രയാങ്കിൾസ് ആണ് കിട്ടുക. അപ്പോൾ ആ ഒരു ഒക്ടഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ് വരിക? 6 × 180 ഡിഗ്രി. 6 × 180 ഡിഗ്രി എന്ന് പറയുന്നത് 1080 ഡിഗ്രിയാണ് നമ്മൾ ഈ ഒരു ഒക്ടഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കിട്ടുക. നമ്മളിപ്പം ഒരുപാട് ഷേപ്സിന് പഠിച്ചു. ആ ഓരോ ഷേപ്പിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ ആംഗിളിൻ്റെ സമ്മും കോർഡിലേറ്ററിൻ്റെ ആംഗിളിൻ്റെ സമ്മും എല്ലാം ഡിഫറെൻ്റ് ആണ്. ആ ഷേപ്പിനനുസരിച്ച് ആംഗിൾസിൻ്റെ സമ്മ് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പം വലിയ വലിയ സൈഡ്സുള്ള ഷേപ്പ് ഉള്ള പോളിഗണിൻ്റെ
ആംഗിൾസിൻ്റെ സമ്മ് നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മൾ മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പോളിഗണിന് എക്സ്റ്റീരിയർ ആംഗിളുണ്ട്, ഇൻറ്റീരിയർ ആംഗിളുണ്ട്. ആ ഇൻറ്റീരിയർ ആംഗിൾ എന്താണ്, എക്സ്റ്റീരിയർ ആംഗിൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. ഈ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഇൻറ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തെയാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമുക്ക് എങ്ങനെ വലിയ വലിയ സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്താം എന്നുള്ളത് നോക്കാം. വാട്ട് അബൌട്ട് എ പോളിഗൺ ഓഫ് 12 സൈഡ്സ്? ഒരു 12 സൈഡ്സ് ഉള്ള പോളിഗണിന് ഒരു പിക്ചർ ഡ്രോ ചെയ്യാതെ എങ്ങനെ നമുക്ക് ആംഗിളിൻ്റെ സമ്മ് കണ്ടെത്താൻ സാധിക്കും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എന്തെങ്കിലും ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് 12 സൈഡുള്ള ഒരു പോളിഗണിൻ്റെ 12 സൈഡുള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? ചിത്രം വരക്കാതെ, അതായത് നമ്മൾ പിക്ചർ ഡ്രോ ചെയ്യാതെ ഒരു വെർട്ടെക്സ് നിന്ന് തുടങ്ങിയാൽ അതിൻ്റെ തൊട്ടടുത്ത് ഇപ്പുറത്തുമായിട്ടുള്ള വെർട്ടെക്സ് ഒഴിച്ച് മറ്റ് 9 വെർട്ടെക്സുകളും യോജിപ്പിച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുക. അതായത് 9 ലൈൻസും 10 ട്രയാങ്കിൾസുമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 10 × 180 ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മൾ ഒരു കോർഡിലേറ്റർ എടുത്ത സമയത്ത് അവിടെ കോർഡിലേറ്ററിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരുന്നു. അതായത് 2 × 180 ഡിഗ്രി. ഇപ്പം 12 സൈഡ് ആകുന്ന സമയത്ത് എന്താണ്, 10 × 180 ഡിഗ്രി. അപ്പോൾ നമ്മൾ എത്രയാണോ സൈഡ്, ആ സൈഡിൽ നിന്ന് 2 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 2 മൈനസ് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനോട് 180 ഡിഗ്രി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് സൈഡിൻ്റെതാണോ നമുക്ക് ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്തേണ്ടത് ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് നമുക്ക് ആൾജിബ്രിക്കലായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ്, ഇഫ് വി ചൂസ് വൺ വെർട്ടെക്സ്, ഒരു വെർട്ടെക്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ there are n-1 vertices remaining. അതായത് നമ്മൾ n വെർട്ടക്സസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ n-1 വെർട്ടക്സസ് അവിടെ ബാക്കി ഉണ്ടാവും. അതായത് n-1ഉം പ്ലസ് n എന്താണ്, n ആണല്ലോ. ഇപ്പം നമ്മൾ 10 ആണെങ്കിൽ, ഇപ്പം 12 ആണെന്ന് വെച്ചോ, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 എന്ന് പറഞ്ഞാൽ 12 വെർട്ടിക്സസ് അവിടെ ബാക്കി ഉണ്ടാവും. ഇഫ് വി ജോയിൻ വിത്ത് ഓൾ ദിസ്, ഇതെല്ലാം നമ്മൾ ജോയിൻ ചെയ്യുന്നു except the one just next to chosen one on other side, we get n-1 minus 2 equal to n-3 lines. അതായത് ഇവിടെ നമ്മൾ ആദ്യം എടുത്ത വെർട്ടെക്സിൻ്റെ തൊട്ടടുത്തുള്ള വെർട്ടെക്സ് ഒഴിച്ച് മറ്റെല്ലാ വെർട്ടെക്സും നമ്മൾ ജോയിൻ ചെയ്താൽ നമുക്ക് ആകെ കിട്ടുന്നത് n-1 minus 2, അതായത് n-3 ലൈൻസ് ആണ് കിട്ടുക. ഇതൊന്ന് നിങ്ങൾ ജസ്റ്റ് ഈ രീതിയിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ മതി. അതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഈ രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോർഡിലേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ല. കോർഡിലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 4 സൈഡ്, അതായത് 4 സൈഡ്സ് ആണ്. അപ്പോൾ അവിടെ നമ്മൾ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്തിയത് എങ്ങനെയായിരുന്നു, 2 × 180 ഡിഗ്രി ആയിരുന്നു. ഇവിടെ നമ്മൾ 12 സൈഡ് ആയതുകൊണ്ട് 10 × 180 ഡിഗ്രി. ജസ്റ്റ് ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചാൽ മതി. കൂടുതലായിട്ട് നമ്മൾ പറയുമ്പോൾ ചിലപ്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നും. ജസ്റ്റ് ഈ ഒരു കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലംസൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കും. അതായത് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് n സൈഡ് പോളിഗൺ ഈസ് n-2 × 180 ഡിഗ്രി. അതായത് n സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് n-2 × 180 ഡിഗ്രി ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ 12 സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, 12 - 2 10 × 180 ഡിഗ്രി ചെയ്തപ്പോഴാണ് നമുക്ക് 12 സൈഡുള്ള പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് കിട്ടിയത്. അതുപോലെ നമ്മൾ പെൻറ്റഗണിന് എന്താണ് 5 സൈഡ്സ് ഉള്ളത്. 5 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 540 ഡിഗ്രി.
ഈ രീതിയിലാണ് നമ്മൾ ഓരോ പോളിഗണിൻ്റെയും ആംഗിളിൻ്റെ സമ്മ് കണ്ടെത്തുക. ഇനി നമുക്ക് പിക്ചർ വരക്കാതെ തന്നെ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. പോളിഗൺ ഇൻറ്റീരിയർ ആംഗിൾസ് തിയറം. പോളിഗൺ ഇൻറ്റീരിയർ ആംഗിൾസ് തിയറം യൂസ് ചെയ്തിട്ട് ഏതൊരു പോളിഗണിൻ്റെയും ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു ഫിഗറിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻറ്റീരിയർ ആംഗിൾസ് തിയറം യൂസ് ചെയ്തിട്ട് ഈ ഒരു ഫിഗറിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടില്ല ഇതേത് പോളിഗണാണെന്ന് ഒന്നും നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് നമ്പറിങ് ചെയ്തതിൻ്റെ ശേഷം ഏതാണോ പോളിഗൺ എന്നുള്ളത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. ആദ്യമായിട്ട് നിങ്ങൾ ഒരു 10 പോളിഗൺസിൻ്റെ നെയിം നിങ്ങൾ പഠിച്ചു വെക്കണം. 3 സൈഡ് ആണെങ്കിൽ ആ പോളിഗൺ എന്ത് പറയും, അതുപോലെ 4 സൈഡ് ആണെങ്കിൽ എന്താണ് ആ പോളിഗണിനെ പറയാമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ ഇതുപോലെ തന്നു കഴിഞ്ഞാൽ സൈഡ്സ് മെഷർ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോളിഗണിൻ്റെ ഏതാണോ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പോളിഗൺ ആ പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ ഈ പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ നമ്പർ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ പോളിഗണിൻ്റെ നെയിമും കൂടി നമുക്ക് അറിയാൻ സാധിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മൾ ആംഗിൾസിൻ്റെ സമ്മ് കണ്ടെത്തുക. ഇവിടെ 6 സൈഡ്സ് ആണുള്ളത്. അതുകൊണ്ട് n-2 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ 6 - 2 ആവും. അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് സൈഡ്സ് ആണ്. 6 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 120 180 ഡിഗ്രി. 4 × 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 720 ആണ് കിട്ടുക. ഇതാണ് ഒരു എക്സാമിൻ്റെ ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത്. നിങ്ങളെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു സോൾവ്ഡ് ആയിട്ടുള്ള എക്സാമ്പിൾ നൽകിയിട്ടുണ്ട്. ആ എക്സാമ്പിളിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്: ഈസ് ദ സം ഓഫ് ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈക്വൽ ടു 2700 ഡിഗ്രി. അതായത് ഏതൊരു പോളിഗണിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 2700 ആകുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം നമുക്കറിയാം ഏത് പോളിഗണിൻ്റെയും ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ്: 2700 എന്നുള്ളത് 180യുടെ മൾട്ടിപ്പിൾ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 2700നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോയിൻ്റ് ഒന്നും വരാത്ത ഒരു നമ്പറാണ്, അതായത് ഫ്രാക്ഷൻ ഒന്നും അല്ലാത്തൊരു നമ്പറാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതൊരു പോളിഗൺ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ നമുക്ക് 2700നെ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടുക. അപ്പോൾ ഇത് അതിൻ്റെ സൈഡല്ല, ഈ ഒരു നമ്പറിൻ്റെ കൂടെ നമ്മൾ 2 കൂടി പ്ലസ് ചെയ്ത് കഴിഞ്ഞ് കിട്ടുന്ന നമ്പറാണ് ആ ഒരു പോളിഗണിൻ്റെ സൈഡ്സിൻ്റെ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 15നോട് 2 പ്ലസ് ചെയ്താൽ നമുക്ക് 17 സൈഡ്സ് കിട്ടും. ദ സം ഓഫ് ആംഗിൾ ഈസ് 2700. അതായത് പോളിഗണിൻ്റെ കോണുകളുടെ സമ്മ് എന്ന് പറയുന്നത് 2700 ആണെന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് 17 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 2700 ആണ്. എല്ലാവരും പേജ് നമ്പർ 49 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. വാട്ട് ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ 52 സൈഡഡ് പോളിഗൺ? എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? 52 സൈഡ്സ് ഉള്ള ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എത്രയാണെന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. നമ്മളിപ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞു സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, n-2 × 180 ഡിഗ്രി. അപ്പം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സൈഡ്സ് എന്ന് പറയുന്നത് 52 ആയതുകൊണ്ട് എന്നിൻ്റെ ആ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, 52 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 52 - 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 50 ആണ്. അതിനെ
180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 52 സൈഡ്സ് ഉള്ള പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് നമുക്ക് കിട്ടും. അപ്പം 9000 ആണ് നമുക്ക് ഈ ഒരു 15 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ പോളിഗൺ ഈസ് 8100 ഡിഗ്രി. ഹൗ മെനി സൈഡ് ഡസ് ഇറ്റ് ഹാവ്? അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 8100 ഡിഗ്രി ആണ്. അപ്പോൾ എത്ര സൈഡ്സ് ആണ് അതിനുള്ളത്, ആ ഒരു പോളിഗണിനുള്ളത് എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, n-2 × 180 ഡിഗ്രിയാണ്. അപ്പം നമുക്കിവിടെ സൈഡ്സ് ആണ്, എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ്, ഒരു പോളിഗണിന് എത്ര സൈഡ്സ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സാധാരണഗതിയിൽ നമുക്കറിയാത്ത സംഭവത്തെ നമ്മൾ എന്താ എക്സ് ആക്കിയിട്ട് എടുക്കുക. പക്ഷേ നമ്മൾ ഇവിടെ നമ്മൾ n ആക്കിയിട്ട് എടുക്കേണ്ടത്. എന്താ, നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷൻ ഉണ്ട്, n-2 × 180 ഡിഗ്രി. അതിൽ n എന്ന് പറയുന്നത് എന്താണ്, സൈഡ്സ് ആണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് എഴുതാം. ലെറ്റ് ദ സൈഡ്സ് ഈക്വൽ ടു n, സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു 8100, n-2 × 180 ഡിഗ്രി ഈക്വൽ ടു 8100, 8100 ഡിവൈഡഡ് ബൈ 180 ഈക്വൽ ടു n-2. 8100 ഡിവൈഡഡ് ബൈ 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 45 ആണ്. അതായത് 8100ന് നമ്മൾ 180 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 45 കിട്ടും. അത് എന്താണ്, n-2ന് ഈക്വൽ ആണ്. ഈ -2 എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ ഈ ഒരു സൈഡിലേക്ക് എത്തുന്ന സമയത്ത് 47 കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47 ആണ് ഇവിടെ നമുക്ക് കിട്ടുക. പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാകും. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, ഒരു പോളിഗൺസിൻ്റെ ആംഗിളിൻ്റെ സമ്മ് നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ 8100 ഡിഗ്രിയാണ് തന്നിരിക്കുന്നത്. ഇത് നേരെ മറിച്ച് നിങ്ങൾക്ക് ഇവിടെ 500 തരാം, ഏത് അളവ് വേണമെങ്കിലും തരാം. അപ്പോൾ ഏത് അളവ് തന്നു കഴിഞ്ഞാലും പാറ്റേൺ ഒന്ന് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് ഈ ഒരു വാല്യൂ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണോ നമുക്ക് ക്വസ്റ്റ്യനിൽ ആംഗിൾസിൻ്റെ സമ്മ് വന്നിരിക്കുന്നത് അതിനനുസരിച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മതി. ഇവിടെ നമുക്ക് സൈഡ് n ആക്കി എടുക്കാം. സം ഓഫ് ആംഗിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് 8100 ഡിഗ്രിയാണ്. സം ഓഫ് ആംഗിൾസ് കാണാൻ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഇക്വേഷൻ എന്താണ്, n-2 × 180. അത് എന്ന് പറയുന്നത് 8100ന് ഈക്വൽ ആണ്. ഈ ഒരു ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക, n സിംപ്ലിഫൈ ചെയ്തതിൻ്റെ ശേഷം നമ്മൾ n-ൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്പോൾ ഈ 180നെ നമ്മൾ ഈക്വൽ ടുവിൻ്റെ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് 180നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ, 8100 ഡിവൈഡ് ബൈ 180 കിട്ടും. അത് എന്ന് പറയുന്നത് n-2ന് ഈക്വൽ ആയിരിക്കും. അതെന്താണ്, ഈ ഒരു 8100 ഡിവൈഡ് ബൈ 180 എന്ന് പറയുന്നത് 42 ആണ്. അത് n-2ന് ഈക്വൽ ആണ്. ഈ ഒരു -2 എന്ന് പറയുന്നത് ഈക്വൽ ടുവിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് എന്താണ് വരിക, ഈ -2 +2 ആയിട്ട് മാറും. അപ്പോൾ n-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 47 ആയിട്ട് മാറും. ഈ 47 എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിഗണിൻ്റെ നമ്പർ ഓഫ് സൈഡ്സ് ആണ്. അപ്പോൾ നമ്പർ ഓഫ് സൈഡ്സ് ഓഫ് എ പോളിഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 47. ചോദിച്ചിരിക്കുന്ന തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, ഈസ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എനി പോളിഗൺ ഈസ് 1600 ഡിഗ്രി, ഹൗ അബൌട്ട് 900 ഡിഗ്രി? ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്, ഏതെങ്കിലും ഒരു പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് 1600 ഡിഗ്രി ആകുമോ, അതുപോലെ 900 ഡിഗ്രി ആകുമോ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്കറിയാം, ഒരു പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആവണമെങ്കിൽ ഇത് നമുക്ക് ഏതാണോ ആംഗിളിൻ്റെ വാല്യൂ തന്നിരിക്കുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് 180 ഡിഗ്രീൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ പോളിഗണിൻ്റെ ആംഗിളായിട്ട് മാറുകയുള്ളൂ, ആംഗിളിൻ്റെ സമ്മായിട്ട് മാറുകയുള്ളൂ. അതിന് നമ്മൾ ജസ്റ്റ് ഈ ഒരു നമുക്ക് ഏതാണോ വാല്യൂ തന്നിരിക്കുന്നത് ആ ഒരു വാല്യൂവിന്
180 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു 180 ഡിഗ്രി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഫ്രാക്ഷനോ പോയിൻ്റോ ഒന്നും ഇല്ലാത്ത നമ്പറാണ് കിട്ടുന്നത് എങ്കിൽ അത് പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആയിരിക്കും ആ ഒരു വാല്യൂ. നേരെ മറിച്ച് നമുക്ക് പോയിൻ്റൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആയിരിക്കില്ല. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഈ രണ്ട് നമ്പേഴ്സും പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആകുമോ എന്നുള്ളത്. 1600 എന്ന് പറയുന്നത് 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റൂല, ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾ ആയിരിക്കില്ല. അതുപോലെ 900 എന്ന് പറയുന്നത് 180 ഡിഗ്രിയുടെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് ഇത് എന്ന് പറയുന്നത് പോളിഗണിൻ്റെ സമാണ്. അതായത് 1600 ഡിവൈഡ് ബൈ 180 എന്ന് പറയുന്നത് 8.8 ആണ് വരുന്നത്. 900 ഡിവൈഡ് ബൈ 180 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, നമുക്ക് കറക്റ്റായിട്ട് ഒരു നമ്പർ കിട്ടുന്നുണ്ട്, പോയിന്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് എന്ന് പറയുന്നത് ഒരു പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആയിരിക്കും എന്ന് പറയുന്നത്. 1600 എന്ന് പറയുന്നത് പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സം ആയിരിക്കില്ല. All angles of a 20-sided polygon are the same. How much is each? 20 sides ഉള്ള ഒരു പോളിഗണിൻ്റെ കോണുകൾ, അതായത് ആംഗിൾസ് ഒക്കെ ഈക്വൽ ആണ്. ഓരോ ആംഗിളും എത്ര ഡിഗ്രിയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? Sum of angles of a polygon with 20 sides equal to 20 minus 2 into 180. That's equal to 18 into 180 equal to 3240. Each angle equal to 3240 divided by 20. That's equal to 60 degree. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പോളിഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n-2 into 180 ഡിഗ്രി. ഇവിടെ 20 സൈഡ്സസ് ആയതുകൊണ്ട് 20 minus 2 into 180 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് 3240 നമുക്ക് കിട്ടി. ഇത് ടോട്ടൽ സമ്മാണ്, ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ ടോട്ടൽ സമ്മ. അപ്പോൾ ഓരോ ആംഗിൾസും എത്രയെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈച്ച് ആംഗിൾ എന്ന് പറയുന്നത് 3240 ഡിവൈഡ് ബൈ 20. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 ഡിഗ്രി കിട്ടും. അപ്പോൾ 60 ഡിഗ്രിയാണ് 20 സൈഡുള്ള പോളിഗണിൻ്റെ ഓരോ ആംഗിളും 60 ഡിഗ്രിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5. The sum of the angles of a polygon is 1980 degree. What is the sum of angles of a polygon with one side less? What about a polygon with one side more? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? ഒരു പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1980 ഡിഗ്രിയാണ്. അപ്പോൾ പോളിഗണിൻ്റെ ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പോളിഗൺസിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണ്? അതുപോലെ തന്നെ പോളിഗണിൻ്റെ സൈഡ് ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പോളിഗൺസിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എത്രയാണ്? ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അതായത് നമുക്കറിയാം ഒരു പോളിഗണിൻ്റെ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 1980 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡും കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 180 കൂടി ആംഗിളിൻ്റെ സമ്മ് കൂടും. അതായത് 1980നോട് 180 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ആൻസർ കിട്ടുന്നത് അതാണ് ഒരു സൈഡ് കൂടിക്കഴിഞ്ഞാൽ പോളിഗൺസിൻ്റെ ആംഗിളിൻ്റെ സമ്മ് വരുന്നത്. അതുപോലെ ഒരു സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് വരിക? ഈ ഒരു 1980 നിന്ന് ആ ഒരു വാല്യൂ മൈനസ് ചെയ്താൽ മതി. അതായത് 1980 നിന്ന് 180 മൈനസ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആണ് ഒരു സൈഡ് കുറഞ്ഞു കഴിഞ്ഞാൽ. അതായത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോളിഗണിൻ്റെ സൈഡ്
മൈനസ് ചെയ്താൽ കിട്ടുന്ന പോളിഗണിൻ്റെ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത്. When one side of a polygon increases, the sum of angle increases by 180 degree. Sum of angles equal to 1980 plus 180 is equal to 2160. When the number of sides decreased by 1, the sum of angles also decreased by 180 degree. So, sum of angles is equal to 1980 minus 180 degree, that's equal to 1800 degree. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഈ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.